പ്രിയമുള്ള മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ് കേരള പാഠാവലി ഒന്നാമത്തെ യൂണിറ്റ് അമൃതം നുകരാം എന്ന പാഠഭാഗത്തിലെ ആദ്യത്തെ ചാപ്റ്റർ ഏതാണ്? ഒരു എന്താണ് പ്രവേശക പ്രവർത്തനമുണ്ട്, അതുപോലെ അതിനുശേഷം അടുക്കള എന്ന പാഠഭാഗമുണ്ട്. ഇതിൽ രണ്ടിലെയും ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ മക്കൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഭാഗം നോക്കാം ഇവിടെ അല്ലേ. ഒരു ഭക്ഷണ വിഭവം പാകം ചെയ്യുന്നതിൻ്റെ ചില സൂചനകളുള്ള കുറിപ്പാണ് നിങ്ങൾ വായിച്ചത്. പാചകത്തെ പറ്റി മാത്രം പറയുന്ന കുറിപ്പാണത്. പാചകം ചെയ്യലും പാകം തിരിച്ചറിയലും സ്ത്രീകളുടെ മാത്രം കടമയാണെന്ന ചിന്തയ്ക്ക് ഇന്ന് മാറ്റം വന്നിട്ടില്ലേ? ഉണ്ടോ? ഉണ്ട് അല്ലേ? നമുക്ക് ഉത്തരം ഇങ്ങനെ എഴുതാം അല്ലേ. എരിശ്ശേരി ഉണ്ടാക്കുന്ന വിധമാണ് ദേവകി നിലയങ്ങളോട് പറയുന്നത്. എങ്കിലും അതൊരു പാചകക്കുറിപ്പ് മാത്രമല്ല. പാചകക്കുറിപ്പിനോടൊപ്പം പഴയകാലത്തെ സ്ത്രീകളുടെ അനുഭവചിത്രം കൂടി എഴുത്തുകാരി അവതരിപ്പിക്കുന്നു. കൃഷി പ്രധാന തൊഴിലായിരുന്ന പഴയ കാലത്ത് പുരുഷന്മാർ കൃഷിയിടങ്ങളിൽ അധ്വാനിക്കുകയും സ്ത്രീകൾ വീട്ടുജോലികളിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. പാചകം ചെയ്യലും പാകം നോക്കലും സ്ത്രീകളുടെ മാത്രം കടമയായിട്ടാണ് അന്ന് കരുതിയിരുന്നത്. വിദ്യാഭ്യാസത്തിലും തൊഴിൽ മേഖലയിലും സ്ത്രീകളുടെ സാന്നിധ്യം വർദ്ധിച്ചതോടെ പാചകം ചെയ്യലും പാകം നോക്കലും സ്ത്രീകളോടൊപ്പം പുരുഷന്മാരും ചെയ്യുന്നു. എന്നാൽ എല്ലാവരും അങ്ങനെ ചെയ്യുന്നുമില്ല. അല്ല മക്കളെ. ഇനി അടുത്ത ചോദ്യം. എരിശ്ശേരി തിളക്കുന്നത് പോലെ പെൺകുട്ടികൾ ചിരിക്കാൻ പാടുള്ളൂ. ഇതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? ചർച്ച ചെയ്ത് കണ്ടെത്തലുകളും അഭിപ്രായങ്ങളും അവതരിപ്പിക്കണം. എങ്ങനെ പ്രതികരിക്കാം നമുക്ക്? ഇവിടെ നോക്കൂ. എരിശ്ശേരി അധികം തിളച്ചാൽ രുചിയും മണമൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് എരിശ്ശേരി അധികം തിളക്കാൻ പാടില്ല എന്നാണ് പ്രമാണം. പെൺകുട്ടികൾ സ്ത്രീകൾ എരിശ്ശേരി തിളക്കുന്നത് പോലെ ചിരിക്കാൻ പാടുള്ളൂ എന്നാണ് പണ്ടുള്ളവർ പറഞ്ഞിരുന്നത്. പൊട്ടിച്ചിരിക്കാൻ പാടില്ല, ശബ്ദമുണ്ടാക്കാതെ പതുക്കെ ചിരിക്കണമെന്നർത്ഥം. സന്ദർഭത്തിനനുസരിച്ചാണ് ചിരിയുണ്ടാവുക. അതിൽ ആൺ പെൺ വ്യത്യാസമില്ല. പൊട്ടിച്ചിരിക്കേണ്ട അവസരത്തിൽ ആണായാലും പെണ്ണായാലും അങ്ങനെ തന്നെ ചിരിക്കണം. സ്ത്രീകളുടെ സ്വരം വീട്ടിൽ ഉയർന്നു കേൾക്കാൻ പാടില്ല എന്ന ചിഞ്ചിത്ത കാലത്തെക്കുറിച്ചുള്ള സൂചന ഇവിടെ ലഭിക്കും. അടക്കവും ഒതുക്കവുമാണ് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വിധിച്ചിരുന്നത്. സ്ത്രീകളുടെ ഇടം വീടും പരിസരവും മാത്രമായിരുന്നു. എന്നാൽ പുരുഷനൊപ്പം അവകാശമുള്ളവരാണ് സ്ത്രീകളും എന്ന കാഴ്ചപ്പാടാണ് ഇന്നുള്ളത്. അങ്ങനെ നമുക്ക് അതിൻ്റെ ഉത്തരം കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് അടുക്കള എന്ന പാഠഭാഗത്തിലെ ചോദ്യങ്ങൾ നോക്കാം. നാടിൻ്റെയും വീടിൻ്റെയും സമൃദ്ധിയെക്കുറിച്ച് കവിതയിൽ എന്തെല്ലാം പറയുന്നുണ്ട്? നോക്കൂ. വിവിധ തരത്തിലുള്ള കാർഷിക വിഭവങ്ങൾ നന്നായി വളരുന്ന നാടാണ്. നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുരനാരങ്ങയും നന്നായി വിളയുന്ന നാടിനെ കുറിച്ചാണ് കവിതയിൽ പറയുന്നത്. ആടും കോഴിയും താറാവും പന്നിയും എല്ലാം ഒരുമിച്ച് വളരുന്നുണ്ട് ആ നാട്ടിൽ. അടുത്തത്, അടുക്കളയിൽ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന പണികൾ എന്തെല്ലാമാണ്? അടുക്കളയിൽ എല്ലായ്പ്പോഴും പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. കറിക്ക് നുറുക്കൽ, മീൻ നന്നാക്കൽ, ഇറച്ചി വെട്ടൽ, അരിയും ഗോതമ്പാട്ടൽ, മല്ലിയും മുളകും അരയ്ക്കൽ, ഇഞ്ചിയും പുതിനയും ചതയ്ക്കൽ, അടുപ്പത്തിൽ നിന്നുള്ളത് കുറച്ചെടുത്ത് എരിവ്, പുളി, ഉപ്പ്, മധുരം തുടങ്ങിയവ പാകം നോക്കൽ, കൈ കഴുകൽ തുടങ്ങിയ നിരവധി ജോലികളാണ് അടുക്കളയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ജോലികളെല്ലാം നടക്കുമ്പോൾ അവിടെ വിശപ്പ് ബാക്കിയാവുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരി ഏതാണ്? അവിടെ എപ്പോഴും ഒരാൾ വിശന്നു നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വരിയാണത് അല്ലേ. പിന്നെ അടുത്തത്, വിശന്ന് നിലവിളിക്കുന്നവർ. അടുക്കളയിൽ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത് ആരായിരിക്കും? ഇത്രയും സമൃദ്ധമായ അടുക്കള എപ്പോഴും ആരായിരിക്കും? അവിടുത്തെ സ്ത്രീജനങ്ങളായിരിക്കും അല്ലേ. ഇത്രയും സമൃദ്ധമായ അടുക്കളയിൽ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിക്കാൻ കാരണം എന്താണ്? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അടുക്കളയിൽ നിരവധി ജോലികളുണ്ട്. ഒരാൾ നിരന്തരമായ ആ ജോലികൾ തുടർന്നുകൊണ്ടിരിക്കും. കറിക്ക് നുറുക്കൽ, മീൻ നന്നാക്കൽ, ഇറച്ചി വെട്ടൽ, അരിയും ഗോതമ്പും ആട്ടൽ, മല്ലിക്കും മുളകും അരയ്ക്കൽ, ഇഞ്ചിയും പുതിനയും ചതയ്ക്കൽ, അടുപ്പത്ത് തിളക്കുന്നതിൽ നിന്ന് കുറിച്ചെടുത്ത് എരിവ്, പുളിപ്പ്, മധുരം എന്നിവ പാകം നോക്കൽ, കൈ കഴുകൽ, മേശവും പുറവും നിലവും തുടച്ചു വൃത്തിയാക്കൽ, പാത്രം കഴുകൽ എന്നിങ്ങനെ ഒരു ദിവസം എടുത്താൽ തീരാത്തത്ര പണികൾ. ഇവയെല്ലാം ചെയ്യുന്നത് ഒരാളാണ്, അത് അമ്മയാണ്. ഇതിനിടയിൽ അമ്മയ്ക്ക് ആവശ്യമായ സമയത്ത് ഭക്ഷണം പോലും കഴിക്കാനാവാത്ത സ്ഥിതിയാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായും അനുമാനിക്കാനാവും ആ നിലവിളി അമ്മയുടേത് തന്നെ. അടുക്കളയെ ഭൂമിയായും സങ്കല്പിക്കാം. അവിടെ സസ്യ, മത്സ്യ, മാംസ വിഭവങ്ങളെല്ലാം ഒരുപോലെ ഒരുങ്ങുന്നുണ്ട്. അന്നന്നത്തെ ആഹാരത്തിനായി എല്ലാവരും പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ആളുകൾ വന്ന് വിശപ്പടക്കുകയും പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുക്കളയിലെ അവസാനമില്ലാത്ത ജോലികൾ വിവരിക്കുന്നതിലൂടെ
ജീവിതത്തിൻ്റെ നൈരന്തര്യം തന്നെയാണ് കവി ഉദ്ദേശിക്കുന്നത്. വിശപ്പടക്കാൻ എല്ലാവരും ചേർന്ന് ഇങ്ങനെ പാടുപെടുമ്പോഴും വിശന്ന് നിലവിളിക്കുന്ന ഒരാൾ ഇവിടെ ബാക്കിയാവുന്നുണ്ട് എന്ന തിരിച്ചറിവിലാണ് കവിത അവസാനിക്കുന്നത്. ആ തിരിച്ചറിവ് ലഭിക്കുമ്പോഴാണ് ഭക്ഷണത്തിൻ്റെ മൂല്യം നാം മനസ്സിലാക്കുക. ഒരാളും വിശന്ന് നിലവിളിക്കാത്ത ഒരു ഭൂമി സ്വപ്നം കാണാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നു മനോഹരവും ശക്തവുമായ ഈ കവിത. അടുത്തത്, അടുക്കളക്കുള്ളിൽ മയങ്ങാറുണ്ടാവില്ല അവളോളം വൈകിയൊരു നക്ഷത്രവും ഒരൊറ്റ സൂര്യനും അവളേക്കാൾ നേരത്തെ പിടഞ്ഞെണീറ്റിട്ടില്ല. സങ്കരണ മാറ്റൂരവിയോർമ്മ. അടുക്കളയിൽ തേഞ്ഞു തരുന്ന വീട്ടുപകരണമാണ് ഞാൻ. എൻ്റെ കുട്ടികൾക്ക് ചിലപ്പോൾ എണ്ണമറ്റ പലഹാരങ്ങൾ നിർമ്മിക്കുന്ന ഒരു യന്ത്രമാണ് ഞാൻ. പ്രതിഷ്ഠ, സാവിത്രി രാജൻ. ഈ കവിതാഭാഗങ്ങൾ അടുക്കള എന്ന കവിതയുമായുള്ള ബന്ധം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. എങ്ങനെ? എന്താണ് കുറിപ്പ്? അല്ലേ? ടി രാജീവൻ എഴുതിയ അടുക്കളയിൽ ഒരിക്കലും തീരാത്ത ജോലികൾ ചെയ്ത് വിശപ്പിനാൽ നിലവിളിക്കുന്ന അമ്മയുടെ ചിത്രമാണ് അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ അമ്മയുടെ അതേ അവസ്ഥയല്ല ഇത്. ഒരുപക്ഷെ എൻ്റെ അമ്മയുടെ ജീവിച്ചിരുന്നിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അവസ്ഥയും ഇതുതന്നെയായിരിക്കും. ഈ അടുക്കള അമ്മമാർക്ക് മാത്രമായി ഉണ്ടാക്കിയതായി തോന്നാമെന്നാണ് കവി പറയുന്നത്. ആറ്റൂർ രവിവർമ്മയുടെ സങ്കരണം എന്ന കവിതയും മറ്റൊരു രീതിയിൽ ഇതേ കാര്യമാണ് പറഞ്ഞു വയ്ക്കുന്നത്. വേതനമില്ലാത്ത തൊഴിലാളിയായി പാതിരാത്രി വരെ പണിയെടുക്കുകയും പുലരും മുമ്പേ തുടർന്ന് വീട്ടുജോലികൾ വ്യാപൃതിയാകുകയും ചെയ്യുന്ന സ്ത്രീയെക്കുറിച്ചാണ്, അമ്മമാരെക്കുറിച്ചാണ് കവി പറയുന്നത്. ഓരോ വീട്ടിലും അവസാനം ഉറങ്ങുന്നതും എനിക്ക് വേണ്ടിയല്ലാതെ തന്നെ പുലരും മുമ്പേ പിടഞ്ഞെഴുന്നേൽക്കുന്നതും അമ്മയാണ്. വൈകി മയങ്ങുന്ന നക്ഷത്രത്തോടും നേരത്തെ പിടഞ്ഞെഴുന്നേൽക്കുന്ന സൂര്യനോടും സ്ത്രീ കവിയെ സാദൃശ്യപ്പെടുത്തുന്നു. അടുക്കളയിൽ വളരെക്കാലം ഉപയോഗിച്ച് തേഞ്ഞു തീരുന്ന വീട്ടുപകരണത്തിന് തുല്യമാണ് പ്രതിഷ്ഠ എന്ന കവിതയിലെ സ്ത്രീ. താൻ മറ്റുള്ളവർക്ക് വേണ്ടി തേഞ്ഞു തീരുന്ന ഉപകരണമാണെന്നും കുട്ടികൾക്ക് എണ്ണമറ്റ പലഹാരങ്ങൾ നിർമ്മിക്കുന്ന യന്ത്രമാണ് എന്നും ഈ കവിതയിലെ സ്ത്രീ പറയുന്നു. അടുക്കളയിലെ മറ്റുപകരണങ്ങളെപ്പോലെ ഒരു ഉപകരണം മാത്രമാണ് ഓരോ സ്ത്രീയും. യന്ത്രത്തെ പോലെ വിശ്രമമില്ലാതെ ജോലി ചെയ്ത് ഒടുവിൽ തേഞ്ഞു തീരുന്ന ഒരു വീട്ടുപകരണം മാത്രമായി മാറുന്ന സ്ത്രീയുടെ ജീവിതമാണ് കവി ചിത്രീകരിക്കുന്നത്. മുകളിലെ കവിതകളെല്ലാം അടുക്കളയിൽ തിളക്കപ്പെടുന്ന അമ്മമാരെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അടുക്കള എല്ലാവരുടേതുമാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഈ കവിതകളുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗങ്ങളിലെ ചോദ്യങ്ങളും ആക്ടിവിറ്റീസും നോട്ട്സൊക്കെ. അപ്പോൾ മക്കൾ വീണ്ടും കാണാം. നമുക്ക് ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒക്കെ അയച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 6ാം ക്ലാസ്സിൻ്റെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഇതുപോലുള്ള നോട്ട്സുകളും മറ്റൊക്കെ ഈ ചാനലിൽ വരും. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.